കേരള ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ഭരണരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മുൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 2025 ഏപ്രിൽ 11 മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ മുൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സംഭാവനയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ്. ആ കേസിൽ ഈ പരാതിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവും അന്വേഷണം ആവശ്യമുള്ളതുമാണെന്ന് കോടതിക്ക് ഇപ്പോൾ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് K. ബാബു ബെഞ്ച് ഈ കേസ് പരിശോധിച്ചപ്പോൾ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ചില പ്രധാന സ്വത്ത് വിവരങ്ങൾ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കോടതി നിരീക്ഷിച്ചു. ഇദ്ദേഹം വിജിലൻസ് അന്വേഷണം വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഇദ്ദേഹം കേരള സർക്കാരിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതിനാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം അനുവദിക്കില്ല എന്നാണ്. അതിൻ്റെ കാരണമായി കോടതി പറയുന്നത് സർക്കാരിൻ്റെ ഉന്നത പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസം വരില്ല എന്നാണ്. ഹൈക്കോടതി ഇപ്പോൾ CBIക്ക് FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ മുഴുവൻ രേഖകളും CBIക്ക് കൈമാറാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിനും സംസ്ഥാനത്തിന് വെളിയിൽ മുംബൈയിലും ഒക്കെ അനധികൃതമായി സ്വത്തുവകകളുണ്ട് എന്ന് ഹർജിക്കാരൻ രേഖാസഹിതം കോടതി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതൽ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ലോണുകളുണ്ട്. ആ ലോണുകളൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം അടയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ CBI അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.